ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാവയ്ക്ക 2 എണ്ണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തത്, ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത്, വെളുത്തുള്ളി 1 ടീസ്പൂൺ ചതച്ചെടുത്തത്, കറിവേപ്പില ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഒരു പാൻ വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് ക്രഷ് ചെയ്തതും കറിവേപ്പിലയും ഇടാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇടാം. സവാളയും വെളുത്തുള്ളിയും കുരുമുളക് ചതച്ചതും എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇടാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്നു നോക്കാം. പാവയ്ക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുരുമുളകും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ഒരു വാസനയാണ് വരുന്നത്. വാസനയും നല്ല ടേസ്റ്റുമാണ്. നമ്മളിതിപ്പം പാവയ്ക്കയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിലും പുറത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ നമുക്ക് വേറെ എന്തോ പ്രിപ്പയർ ചെയ്യണ പോലെയാണ് തോന്നുന്നത്. നമുക്ക് ശരിക്കും നല്ല വാസനയാണ് ഈ കുരുമുളക് ചതച്ചതിൻ്റെയും വെളുത്തുള്ളിയുടെയും ചേർന്ന്. പ്രത്യേക ടേസ്റ്റാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാവുന്നതാണ്. ആർക്കും വളരെ ഈസിയായി ഇത് ഉണ്ടാക്കാം. പാവയ്ക്ക അരിഞ്ഞെടുക്കാം, കുറച്ച് കുരുമുളക് ചതച്ചെടുക്കാം, വെളുത്തുള്ളി ചതച്ചെടുക്കാം, വേപ്പില, മഞ്ഞൾപ്പൊടി. ആകെ ഇത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. 5 മിനിറ്റ് കൊണ്ട് പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് നമുക്ക് വേവിക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.